ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെട്രോയിൽ പോകുന്ന ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദുബായ് റാഷിദിയ എന്നുള്ള സെൻറ്റർ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് രാവിലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ ഒരു ഭാഗം. ലാൻഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ അകത്തേക്ക് കയറണമെങ്കിൽ ഇതുപോലെ കാർഡ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കാർഡൊക്കെ കാണിച്ചു കൊടുത്ത് അകത്ത് കയറിയിട്ട് ഇതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതിൻ്റെ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വേണം മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്കാട്ടോ അപ്പോൾ ഈ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കാർഡ് വേണമെങ്കിൽ എടുക്കാം, കാർഡ് റീചാർജ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് ഒന്ന് റീചാർജ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അതുപോലെ വേറൊരു കാർഡ് എടുക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ വലിയവർക്ക് 4 ആൾക്കാണ് വേണ്ടിയിട്ടാണ് കാർഡ് വേണ്ടത്. അപ്പോൾ ഇതാ ഞങ്ങൾ കാർഡൊക്കെ എടുത്തിട്ട് ഇതാ മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കയറുന്ന ഭാഗമൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ, കാരണം ഈ മെട്രോയിൽ കയറുന്ന സന്തോഷം കൊണ്ട് അതൊക്കെ ഒന്ന് വിട്ടുപോയി. അപ്പോൾ ഇതാ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് ഇതാ നല്ല തിരക്കൊന്നുമില്ല കേട്ടോ. ഫസ്റ്റിൽ കയറുന്ന സമയത്ത് ഒരു തിരക്കുമില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നമ്മളിത് കാണാൻ പോകുന്നത് നല്ല ഇതാ ദുബായ് എയർപോർട്ടാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് വലുതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും ശരിക്കും കാണുമ്പോൾ ഇതൊക്കെ വലുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, അപ്പോൾ അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ, എമിറേറ്റ്സിൻ്റെ മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ ഇറങ്ങിയാൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ ആ സ്റ്റേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ആ കാണുന്നുണ്ടോ, അത് ബുർജ് ഖലീഫയാണ് കേട്ടോ. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോവുക, കാണുന്ന ബുർജ് ഖലീഫ. അപ്പോൾ മൊത്തം കറങ്ങിയിട്ടാണ് പോവുക. അപ്പോൾ ബുർജ് ഖലീഫും ദുബായ് മാളൊക്കെ കാണാം കേട്ടോ ഇതിൽ പോയാൽ. കുട്ടികളൊക്കെ നല്ല എൻജോയ്മെൻറ്റിൽ ദുബായ് വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ദുബായ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്നും അധികം തിരക്കൊന്നുമില്ല കേട്ടോ, അധികം തിരക്കൊന്നുമില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ, നിറയെ മെട്രോ പോകുന്നുണ്ട് അടുത്ത് കൂടെ. പിന്നെ ഈ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ 2 സൈഡും ഭയങ്കര ബ്ലാക്ക് ആയിട്ടാണ് കാണുക. കുട്ടികൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി ആ സമയത്ത്. അപ്പോൾ എന്തായാലും ബുർജ് ഖലീഫേൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോവുക. കാണുന്ന ബുർജ് ഖലീഫ ഏകദേശം അടുത്തെത്തി. പക്ഷേ ആ ഭാഗത്ത് തൊട്ടടുത്തെത്തിയപ്പോൾ എൻ്റെ ഫോണൊന്ന് ഹാങ് ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. എന്നിട്ട് ഇക്കാൻ്റെ ഫോണിൽ നിന്ന് ചെറുതായി എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ഇതിലേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫോണിൽ ആ സമയത്തൊന്ന് ഫോൺ ഇടയ്ക്ക് ഓരോ പണി തരലുണ്ട്. അപ്പോൾ ഫോണൊന്ന് നിന്ന് പോയി, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ആ സമയത്ത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അത് കണ്ടോ, കുറച്ച് ഞാനിത് അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ദുബായ് മാളൊക്കെ കഴിഞ്ഞു, അവിടെയാണ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇനി നമുക്ക് ദുബായ് ഫ്രെയിമും അതുപോലെ മ്യൂസിയമൊക്കെ നേരെ കാണാം കേട്ടോ. നല്ല തൊട്ടടുത്ത് കൂടെ മ്യൂസിയത്തിൻ്റെ അടുത്ത് കൂടെ പോവുക, അതൊക്കെ നിങ്ങൾക്ക് നേരെ അടിപൊളിയായിട്ട് തന്നെ കാണാം. അപ്പോൾ മെട്രോയിൽ കയറിയ ഒരുവിധം സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബുർജുൽ അറബ് ഉണ്ടല്ലോ, ദുബായ് കടലിലെ നടുകിലെ ബിൽഡിങ്, അതിൻ്റെ അടുത്ത് കൂടെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ദുബായ് ഫ്രെയിം. ദൂരെ നിന്ന് നോക്കിയാൽ കാണില്ല നിങ്ങൾക്ക്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെ പോവുക, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ
അപ്പോൾ ഇതാണ് ദുബായ് ഫ്രെയിം. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറയുന്നുണ്ട്, പോയിട്ടില്ല. ഇൻഷാ അല്ലാ പറ്റിയെങ്കിൽ പോകണം. ഇപ്പോഴല്ല, ഇനി അടുത്തൊരു വരവിന് ഇൻഷാ അല്ലാ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ദുബായ് മാളിലും മ്യൂസിയത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ മെട്രോ സ്റ്റേഷനിൽ അവിടെ ഇറങ്ങി നേരെ ഉള്ളിലോട്ട് പോകാം കേട്ടോ. നല്ല സുഖമാണ്. അപ്പോൾ മെട്രോയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടു പോവുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. ഞങ്ങൾ നേരെ ജബലലി വരെ പോവുക ചെയ്തത്. അപ്പോൾ ഇതിന് വിശന്നിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ വിശന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 2 മണിയൊക്കെ ആവാൻ നേരത്തിൽ കയറിയത്. പക്ഷേ ഇതിൽ 1 മണിക്കൂർ പിടിച്ചിട്ടോ ജബലലിയിലെത്താൻ. പിന്നെ തിരിച്ച് അവിടെ എത്താൻ വീണ്ടും 1 മണിക്കൂർ വേണ്ടി വന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയാവും ഞങ്ങൾ മെട്രോന്ന് ഇറങ്ങാനായത്. ഇനി വീണ്ടും തിരിച്ച് റാഷിദയിലെത്തിയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ്മെൻറ്റിൽ ഇരുന്ന് നല്ല കാണാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. പക്ഷേ നമ്മൾ വിശന്ന കാരണം നമുക്ക് പണിയൊക്കെ പാളിപ്പോയി. ഇനി ഞങ്ങൾ ചെയ്ത പോലെ ആരും ചെയ്തത്, ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ്മെൻറ്റിൽ തന്നെ ഈ മെട്രോയിലൊക്കെ കയറിയിട്ട് കണ്ടു പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇനി ഞങ്ങൾ ചെയ്ത പോലെ ഒരു അബദ്ധം ആരും ചെയ്യരുത്. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കയറി നല്ല അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ കണ്ടുപോകണം. അപ്പോഴാണ് നമുക്കൊരു ഭംഗി തോന്നുള്ളൂ. മനസ്സൊക്കെ വിശപ്പ് ആകുമ്പോൾ നമുക്കൊന്നും കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ചെയ്ത അബദ്ധം നിങ്ങളാരും ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ വിശക്കുകയാണെങ്കിൽ ഇവിടെ ദുബായ് മാളിലും ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക. അതിനൊക്കെ പറ്റിയ നല്ല സൗകര്യം തന്നെയാണ് നമുക്ക് ദുബായ് മാളിൽ ഇറങ്ങിയാലൊക്കെ. പക്ഷേ ഞങ്ങളൊരു സീ ഫുഡ് കഴിക്കണം അങ്ങനെ വിചാരിച്ചു. പക്ഷേ അത് കാരണമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായിരുന്നത്. പിന്നെ 2ാം പെരുന്നാളായിട്ട് എന്തായാലും പട്ടിണി കിടക്കുക പറയില്ലേ, അതാണ് അവസ്ഥ. രാവിലെ കയറിയിട്ട് പിന്നെ ചായ ഒക്കെ കഴിച്ച് കയറിയിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ പെരുന്നാളിൽ 2ാം പെരുന്നാൾക്ക് ഞങ്ങൾക്ക് കിട്ടിയൊരു പണിയാണ് കേട്ടത്. അപ്പോൾ അതാ നമ്മൾ ഇനി മ്യൂസിയത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്. അതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോവുക. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും എൻ്റെ ഫോണൊന്ന് ഹാങ്ങായി. പിന്നെ ഇക്കാൻ്റെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലിയർ മാറ്റമൊക്കെ അതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്കൊന്ന് ആ മ്യൂസിയത്തിൻ്റെ അടുത്ത് കൂടെ പോവാം. നേരെ അടിപൊളിയായിട്ട് മ്യൂസിയം നമുക്ക് അടുത്തതൊന്നും തന്നെ കാണാം. മാഷാ അല്ലാ എന്ത് ഭംഗിയല്ലേ കാണാൻ. നോക്കിയൊക്കെ അടിപൊളി മ്യൂസിയമാണ്. കാണുമ്പോൾ അവിടെ ഇറങ്ങാനാണ് തോന്നിയത്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, കുറേ കാരണങ്ങൾ ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നീട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ അവിടെ പോയി ഇറങ്ങാനാണ് തോന്നുന്നത് കേട്ടോ. സൂപ്പറായി. ഇതൊക്കും ശരിക്കും നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്തുനിന്ന് ഇതൊക്കെ വലുതായിട്ടാണ് കാണുന്നത്. വീഡിയോയിൽ കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ ഇത് കാണുമ്പോൾ, മ്യൂസിയം കണ്ടപ്പോൾ. അപ്പോൾ ഇത് അപ്പുറത്ത് കൂടെ ഒരു മെട്രോ പോണ് കാണുന്നുണ്ടല്ലേ നിങ്ങൾക്ക്, ഉണ്ടോ? 2 മെട്രോ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇതാ പോകണം മെട്രോ. ഒരുപാട് മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ട്രാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ ഉണ്ടോ, ആ പോണ ഒരു മെട്രോ കണ്ടില്ലേ. നമ്മളിവിടെ മെട്രോയിൽ ഇരുന്നിട്ട് അടുത്ത വേറെ ഭാഗത്ത് കൂടെ പോണ മെട്രോ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ടൈമിലൊക്കെ. റാഷിദയിൽ നിന്ന് കയറി 2 സ്റ്റേഷൻ കഴിഞ്ഞേക്ക് ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായ് മാളിൻ്റെ അവിടെ കുറേ പേര് ഇറങ്ങി, അവിടുന്ന് കുറേ പേര് കയറി. ഈ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ള ടൈമാണ്. ഫസ്റ്റിൽ മാത്രം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പെരുന്നാളാവുകൊണ്ടാണോ ഈ തിരക്ക്, അതോ അല്ലാതെ ഇങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബുർജുൽ അറബാണ് കേട്ടോ. അതായത് കടലിലെ നടുവിലുള്ള ഒരു ബിൽഡിംഗ് അല്ലേ, അതാണ് ആ കാണുന്നത്. കണ്ടോ, കുറച്ച് ദൂരമായിട്ട് കാണുന്നത്. കുറച്ച് ലോങ് ആയിട്ടാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒന്നുകൂടി അടുത്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ജബലലി പോയിട്ട് തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത് ഏകദേശം സ്ഥലങ്ങൾ തന്നെയല്ലേ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഒരുപാട് ലെങ്ത്തും ആയിപ്പോവും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഇക്ക പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പോയിട്ട് ഞാനൊരു വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഇതാ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നല്ല മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, മഴയൊക്കെ ചാറുന്നുണ്ട്. 2ാം പെരുന്നാൾക്കാണിത്. ഇനി നേരെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ കുഞ്ഞു ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതായത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ എമിറേറ്റ്സിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് റാഷിദിയ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. അവിടെ എത്തി നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണത് സീ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ പോകണം പറഞ്ഞപ്പോൾ ഇവിടെ കാലിക്കറ്റ് സ്റ്റാർ ഹോട്ടലുണ്ട് പറഞ്ഞു. നല്ല അടിപൊളി ഫുഡാണ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ എത്തി. അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ദോമോളും ചാച്ചുമ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തെറ്റി ദേഷ്യപ്പെട്ടിട്ട് രണ്ടാളും കൂടെ ഇരിക്കണേ. അപ്പോൾ എന്തായാലും ഫുഡ് കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഫുഡ് ഫിഷാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നെയ്ച്ചോറ്, അതുപോലെ ഫിഷ്, ബീഫ് ചില്ലി, അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. വിശപ്പുകൊണ്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തെന്ന് അറിയില്ല. അത്യാവശ്യം കഴിക്കണം. അതുപോലെ ഉച്ചക്കത്തെയും രാത്രിക്കത്തെയും ഒന്നിച്ച് കഴിക്കാൻ പോവാണ്. കാരണം ഇനി നേരെ 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ ഇതാണ് ബീഫ് ചില്ലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സിബ്രി മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നെയ്ച്ചോറ് എല്ലാവരും കഴിക്കാൻ തോന്നി. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇനി പോകാൻ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിക്കൊക്കെ കൂടി ഉള്ളത് ആയാലോ, ഈ നേരത്ത് കഴിച്ചാൽ പിന്നെ നമുക്ക് രാത്രി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നെയ്ച്ചോറും അതുപോലെ അതിലേക്ക് നാരങ്ങ അച്ചാറുണ്ട്. നല്ല അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷിൻ്റെ കൂടെ നമുക്ക് റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുണ്ടെന്നും അറിയില്ല, നല്ല ടേസ്റ്റ് തോന്നി. മീനൊക്കെ കണ്ട നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റുമാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ. നല്ല സിബ്രി മീനാവുകൊണ്ട് എപ്പോഴും നല്ല ടേസ്റ്റുള്ള മീനാണല്ലോ. അപ്പോൾ എന്തായാലും 2 ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷാർജ ബസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റയ്ക്ക് ഞങ്ങളിപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ടുള്ളത്. ഞങ്ങൾ ഇനി അവിടെ എത്തുമ്പോഴത്തേന് എങ്ങനെയായാലും ഏകദേശം ഒരു 11 മണി 11:30 ആവുണ്ടാവും എത്താൻ. 11:30 ടൗണിലെത്തിയാൽ പിന്നെ വീണ്ടും റൂമിലെത്തുമ്പോഴത്തേന് എങ്ങനെയായാലും 1 മണി ഏകദേശം ആവും. അപ്പോൾ എന്താ ചെറിയ മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ബസ്സിന് നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി പോയി വരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.